സർ, മഴ കനക്കുകയാണ്. വളരെ ഭീതിപ്പെടുത്തുന്ന മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. അതായത് ജൂൺ പകുതിയോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട ജലനിരപ്പിൻ്റെ ഇരട്ടിയിലധികം ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അന്ന് എം മണിയൊക്കെ ചെയ്തതുപോലെ കൃത്യമായ രീതിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഡാമിൻ്റെ ഈ ശരിക്കും വെള്ളം ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ നടന്നിട്ടില്ല. കൂടുതലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു പ്രളയ മുന്നറിയിപ്പ് കൂടിയാണ്. അങ്ങനെ കാണാം അതിനെ. അല്ല, നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മാത്രമല്ല, KSEBയുടെ ഒരു എൻജിനീയറിംഗ് സംവിധാനം, അവർ എപ്പോഴും അത് പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടാണ് അവരുടെ തോട്ട് പോകണം. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ മഴ നേരത്തെ വന്നു എന്നുള്ളതാണ് അവരുടെ എല്ലാ കാൽക്കുലേഷൻസിനെയും തകർത്തത്. അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ജൂൺ ഫസ്റ്റ് വീക്കോ ചിലപ്പോൾ സെക്കൻഡ് വീക്കിലൊക്കെ പോകാൻ ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ അവസാന സമയങ്ങളുണ്ടല്ലോ, മെയ് 25 മുതൽ അങ്ങോട്ട് ഒരു ജൂൺ 10 വരെയൊക്കെയുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവർ കരുതി വെച്ചു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കരുതി വെക്കേണ്ട കാര്യമില്ല. പക്ഷേ കരുതി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ കാലാവസ്ഥ ചതിച്ചാൽ പിന്നെ വലിയ തരത്തിൽ നമുക്ക് ഈ കറണ്ട് ഷോർട്ടേജ് വരും, അതിൻ്റെ ഉൽപ്പാദനത്തിന് വലിയ കുറവ് വരും. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് പവർ കട്ടിലേക്കൊക്കെ പോകാം. പവർ കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായി രാഷ്ട്രീയമായിട്ട് സർക്കാരിന് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്ന സംഭവമായിട്ട് മാറും എന്ന് കരുതുന്നു. ഒന്ന്. രണ്ട്, വെള്ളം ഇങ്ങനെ നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി കളഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അത് എത്തും. പക്ഷെ പൊതുവെ ഇവരെയൊക്കെ എപ്പോഴും നമ്മുടെ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പും പ്രളയത്തിന് ശേഷമൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് പകുതിയിലധികം വെള്ളം ഈ ഡാമിലൊക്കെ അവർ കുറച്ച് വെച്ചിരിക്കണം, ഇല്ലാതാക്കിയിരിക്കണം എന്നുള്ളതാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് അങ്ങനെ ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ കൂടുതൽ വെള്ളം നമ്മുടെ ഡാമിൽ ഇപ്പോൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മളുടെ മഴ സ്ഥിരമായി ഇനി കുറച്ച് ദിവസം കൂടി പെയ്ത് കഴിഞ്ഞാൽ ഈ ഡാം തുറക്കണം. എങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വെള്ളം വെറുതെ ഒഴുകി കളയേണ്ടി വരും. അപ്പോൾ എന്താണ് ഇവരുടെ ഈ പ്രോഫിറ്റ് തോട്ടെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. പ്രോഫിറ്റ് തോട്ട് വേണം, ശരിയാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചപ്പെട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിട്ട് മാറത്തില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടമാണ്. അങ്ങനെ തുറന്നു വിടുമ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തുറന്നു വിടുന്ന ഒരു സാഹചര്യം പ്രളയമുണ്ടാക്കുന്ന സാഹചര്യമായി മാറും. കാരണം നമുക്കറിയാം ഈ വേലിയേറ്റം അല്ലെങ്കിൽ നമ്മൾ പഴയ ഭാഷയിലൊക്കെ പറഞ്ഞ കെട്ടുവലി പദം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് കടൽ വെള്ളം വലിക്കില്ല, വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കും. ആ നിൽക്കുന്ന സമയത്താണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡാം തുറന്ന് വെള്ളം വിടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ വെള്ളം കടലിലേക്ക് വലിഞ്ഞു പോവില്ല. അതാണ് പ്രളയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ പരമ്പരാഗത പ്രളയത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇതാണ്. കെട്ടുവലിപ്പതം ഉണ്ടാകുന്ന സമയത്ത് കിഴക്ക് നിന്ന് വെള്ളം തള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സാധാരണ സമതലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രളയമായിട്ട് മാറിത്തീരും. നേരത്തെയുള്ള വലിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതെത്ര കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിന് ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഇവർ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമ്മളീ പറയുന്ന ഒരു ഭയപ്പാടിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ഒന്ന്, എല്ലാ വർഷവും നമ്മൾ വലിയ ദുരന്തം നേരിടുന്ന ഒരു ജനതയാണ്. കുറേ അതിഭീകരമായിട്ടുള്ള മഴയുണ്ടാകുന്നു, ഒരു പ്രദേശം മുഴുവൻ വലിച്ചു പോകുന്നു, ആ പ്രദേശത്തുള്ള മനുഷ്യർ മുഴുവൻ ഒഴുകി പോകുന്നു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മൾ അതിനെക്കുറിച്ച് മോങ്ങിക്കൊണ്ടിരിക്കും. ഒരിക്കലുണ്ടായാൽ നമുക്കത് മനസ്സിലാകും. ഇപ്പം ജപ്പാനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ വർഷവും ഈ സുനാമിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവരതിനെ സമയത്തോടുകൂടി സമീപിക്കുകയും അവർക്കതൊരു പ്രശ്നമല്ലാതായി തീരുകയും വളരെ കൃത്യമായിട്ട് ആ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെങ്ങനെ പറ്റും? നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റുന്ന രീതിയിൽ ഒരിക്കലും ഇവരൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2018-ലും 2019-ലും ഒക്കെ ഇത്തരത്തിൽ പ്രളയം ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച മഴയുടെ അളവ് കേരളത്തിൽ വളരെ കൂടുതലാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ പിന്നോട്ട് പോകുന്നു? അല്ല, ഇവർ എപ്പോഴും ഇതൊക്കെ ഉണ്ട്, ഇവർക്കറിയാം, ആ മുന്നറിയിപ്പുകൾ അവർ കേൾക്കുന്നുണ്ട്. എങ്കിലും ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗാംബ്ലിംഗ് നടത്തുകയാണ്. ഗാംബ്ലിംഗ് നടത്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ചിന്തയിൽ ഒരു ഗാംബ്ലിംഗ് ആണ്. ആ ഗാംബ്ലിംഗ് ആണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. വെള്ളം നേരത്തെ
എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഒഴിച്ചിട്ടിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ഇതുമാതിരി വിഷയമായിട്ട് വരില്ല. അപ്പോൾ പക്ഷെ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാംബ്ലിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന മാതിരി പവർ കട്ട് മറ്റു വിഷയങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കാത്തു വെക്കുകയും ആ വെള്ളം ഉപയോഗിക്കപ്പെടാതെ പോവുകയും അവസാനം നന്നായിട്ട് മാരെ എന്താണ് വർഷം വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒരുപാട് ഒലിച്ചെത്തുകയും ചെയ്യും. പിന്നെ അത് സംഭരിച്ച് വെക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്, തുറന്നു വിടേണ്ടി വരുന്നു. അത് പ്രളയത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇപ്പോഴും ഇവർ കാത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു ദിവസം വരും, അത് കെട്ടുവലിപ്പദത്തിൻ്റെ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർക്ക് തുറക്കാൻ പറ്റാത്തൊരു സമ്മർദ്ദം ഇവിടെ ഉണ്ടാകും. അപ്പോൾ തുറക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് പ്രളയം ഉണ്ടാകുകയും അതിൻ്റെ ദുരന്തം മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. ഇതാണ് സ്ഥിതി. ഇതൊരു ആവർത്തനമാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നമ്പർ 1 എന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിൽ ഈ മുല്ലപ്പെരിയാറൊക്കെ ഇത്തരം ഭീകരമായ അവസ്ഥയിലൂടെയാണ് പ്രകൃതി കടന്നു പോകുന്നത്. അത് അന്നത്തെ കാലത്ത് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്കൊരിക്കലും പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് തമിഴ്നാട് ഒരു കാരണവശാലും അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ അനുവദിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഭാഗത്തു നിന്ന് അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് ശരിയായിട്ടുള്ള ആവശ്യമാണെന്നുള്ള ഒരു പരിഗണനയൊക്കെ ഉണ്ട്. പക്ഷേ പുതിയ ഡാം നിർമ്മിച്ച് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരളം, തമിഴ്നാട്, മൊത്തം കേന്ദ്രം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഇവർ വളരെ പ്രിക്കോഷനായിരിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെറുതോണി തുറന്നു വിട്ട് സമ്മർദ്ദം ഒഴിവാക്കി വലിയ തരത്തിലുള്ള വിള്ളൽ ഒഴിവാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചിലപ്പോൾ അത് ഫലപ്രദമായി തീരുകയും ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല. സുർക്കി മിശ്രിതമൊക്കെ അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ചില ഗിമ്മിക്കുകൾ ചെയ്യാൻ പറ്റും. ആ ഗിമ്മിക്കുകളിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും. അതാണ് പ്രശ്നം. പക്ഷേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകില്ലേ? ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ പുതിയ സാധനം നിർമ്മിച്ചാൽ മാത്രമാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ട്. പുതിയ ഡാം നിർമ്മിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതായത് തമിഴ്നാടിൻ്റെ കയ്യിൽ നിന്ന് അത് സമ്പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. പിന്നെ കേരളം ആണ് അണ കെട്ടുകയും അതേപോലെ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിലേക്ക് അത് വരും. ഇത് അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായിട്ട് തമിഴ്നാട് അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ സാധാരണ രീതിയിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലിടപെടേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രം ഇടപെട്ട് രണ്ടുപേരോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന രീതിക്ക് പകരമായിട്ട് അത് മുഴുവൻ സുപ്രീം കോടതിയിലേക്ക് തട്ടിയിട്ട് കോടതിയാണ് ഇവരുമായിട്ട് എപ്പോഴും പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതത്ര ശരിയാണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ആ തീരുമാനം എടുക്കാനായിട്ട് പറ്റാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. നമ്മളെല്ലാ വർഷകാലത്തും മുൾമുനയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലുള്ള ആളുകൾ എന്ന് പറയും. കാരണം അവരാണ് ഈ സമ്പൂർണ്ണമായിട്ട് ഒഴുകി പോകുന്ന ആളുകൾ. അറിയില്ല, ഒരു പ്രദേശത്ത് കുറേ ആളുകൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ നടത്തും. നല്ല രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രക്രിയകളിൽ പിന്നീട് ഏർപ്പെടും. പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് മാറ്റം വരേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് നിന്നും ഭയപ്പെട്ട് തന്നെ ജീവിക്കേണ്ടതായിട്ട് വരും. കേരള ജനത ഭയത്തിൽ കഴിയേണ്ട ഒരു കാലമായിട്ട് വർഷകാലം മാറുന്നൊരു സ്ഥിതിയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.